സുന്ദരവനത്തിലെ മഹാരാജാവായ സിംഹം വളരെ നല്ലവനായിരുന്നു. ആ കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം അദ്ദേഹം ബഹുമാന്യനായിരുന്നു. അദ്ദേഹവും പ്രജകളെ സ്വന്തം മക്കളെ പോലെയാണ് കണ്ടിരുന്നത്. കാരുണ്യവാനും സത്യസന്ധനുമായ സിംഹരാജാവിന്റെ കീഴിൽ സകല ജീവികളും മൃഗങ്ങളും സന്തുഷ്ടരായി ജീവിച്ചു പോന്നു. ഒരു ദിവസം ഒരു മൈന സിംഹരാജാവിന്റെ ദർബാറിലേക്ക് പറന്നു വന്ന് തന്റെ സങ്കടം രാജാവിനോട് ഉണർത്തിച്ചു. മഹാരാജാവ് ജയിക്കട്ടെ, ഞാനൊരു സങ്കടം ഉണർത്തിക്കാൻ വന്നതാണ്, അങ്ങനെ സഹായിക്കുമോ? മൈന, നീ സിംഹരാജാവിന്റെ ദർബാറിലാണ് ഇരിക്കുന്നത്. ഞാനിവിടെ ഉള്ളവരേക്കും ഒരാൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാൻ വിടില്ല. പറയൂ, എന്താണ് പ്രശ്നം? മഹാരാജാവേ, ഇത് അങ്ങേക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഒരു മാമ്പഴത്തോട്ടമുണ്ടല്ലോ. എല്ലാ വർഷവും അതിന്റെ ഉൽപാദനത്തിന്റെ 1/4 ഞാൻ ടാക്സ് ആയി കൊടുക്കാറുണ്ട്. പക്ഷേ ഈ വർഷം എന്റെ മരത്തിൽ പഴം പോയി, കായ് പോയി, ഇലകൾ പോലുമില്ല. ഒരു കൊടുങ്കാറ്റ് വന്ന്, പ്രകൃതിക്ഷോഭം വന്ന് എല്ലാം നശിച്ചു പോയി. ദയവ് കാണിച്ച് എന്നെ ഈ വർഷത്തെ ടാക്സിൽ നിന്നും അങ്ങ് ഒഴിവാക്കി തരണം. നാം നിന്റെ സങ്കടം മനസ്സിലാക്കുന്നു. ഈ വർഷത്തെ ടാക്സിൽ നിന്നും നിന്നെ ഒഴിവാക്കിയിരിക്കുന്നു. പോയിക്കോളൂ, സങ്കടപ്പെടണ്ട. ഓക്കേ? സിംഹരാജാവിന്റെ മന്ത്രി ബോലു പരിഭ്രമത്തോടെ പറഞ്ഞു. മഹാരാജാവേ, ഇങ്ങനെ എല്ലാവരെയും ടാക്സിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഖജനാവിന്റെ സ്ഥിതി എന്താവും? കാടിന്റെ സാമ്പത്തിക സ്ഥിതി എന്താകാനാ? അങ്ങയുടെ സ്വപ്ന പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ പറ്റുമോ? നമ്മുടെ അടുത്ത് പൈസ വേണ്ടേ ഇതെല്ലാം നടപ്പിലാക്കാൻ? നീ ടെൻഷൻ അടിക്കല്ലേ ബോലു, ഞാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഈ ഖജനാവ് പ്രോബ്ലത്തിന് കണ്ടെത്തും. മന്ത്രി ബോലു പറഞ്ഞ കാര്യത്തിന്റെ പ്രസക്തി രാജാവിന് മനസ്സിലായി. എന്നാലും പ്രജകളെ സങ്കടത്തിൽ ആഴ്ത്തുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. അതുകൊണ്ട് കാടിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും മറ്റും സിംഹരാജാവ് ഒരു മാർഗം ആലോചിച്ചു. ബോലു, ബല്ലുക്കുരങ്ങനോട് പെട്ടെന്ന് ഇവിടെ വരണമെന്നൊരു സന്ദേശം അയക്കൂ. ഇത് അർജന്റ് മാറ്ററാണ്, വേഗം. ബല്ലുക്കുരങ്ങൻ കാട്ടിലെ പ്രധാന ബിസിനസ്സുകാരിൽ ഒരുവനാണ്. അവന് ഗ്രാമം തൊട്ട് നഗരം വരേക്കും പലതരത്തിലുള്ള ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. എപ്പോൾ ഭല്ലുകുരങ്ങിന് ദർബാറിൽ എത്തണമെന്ന സന്ദേശം കിട്ടിയോ അപ്പോൾ തന്നെ കുരങ്ങൻ അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. മഹാരാജാവ് ജയിക്കട്ടെ, അങ്ങനെ വിളിപ്പിച്ചു. എന്റെ മോൻ ബണ്ടു കറക്റ്റായിട്ടല്ലേ ടാക്സ് കിട്ടിയത് ഈ മാസം? ബല്ലുകുരങ്ങ, നിന്റെ മോൻ ബണ്ടു സമയത്തിന് മുമ്പ് തന്നെ ടാക്സ് എല്ലാം കെട്ടിക്കഴിഞ്ഞു. അതല്ല പ്രശ്നം. നാം നിന്നെ വിളിപ്പിച്ചത് മറ്റൊരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ്. നീ ഒരു പുതിയ ബിസിനസ് തുടങ്ങിയതായിട്ട് നാം കേട്ടല്ലോ. നീ അടുത്ത കാട്ടിൽ നിന്റെ പുതിയ വ്യാപാരം എക്സ്പാൻഡ് ചെയ്ത് പ്രോഫിറ്റ് കൊയ്തെടുത്തു എന്നെല്ലാം ഈ സിംഹരാജാവ് അറിഞ്ഞു. നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ് മഹാരാജാവേ. എന്റെ പുതിയ ബിസിനസ്സേ സിനിമാ ബിസിനസ്സാണ്. ഞാൻ നഗരത്തിൽ നിന്ന് പുതിയ പടങ്ങൾ വാങ്ങിച്ച് ഫോറസ്റ്റിൽ ടിക്കറ്റ് മേടിച്ച് എല്ലാ മൃഗങ്ങൾക്കും ഷോ കാണിക്കും. ഈ സിനിമാ ബിസിനസ് ഭയങ്കര പ്രോഫിറ്റ് ആണ് മഹാരാജാവേ. അങ്ങ് വിശ്വസിക്കില്ല. ഇത് സിനിമ മാത്രമല്ല, മാജിക് ആണ്, മാജിക്. ഒരു പ്രാവശ്യം സിനിമ കണ്ടവർ സിനിമ കാണാൻ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ മഹാരാജാവ് എന്തിനാ ഇതിനെ കുറിച്ച് ചോദിക്കുന്നേ? നമ്മുടെ കാട്ടിലും ഒരു സിനിമാ തിയേറ്റർ തുറക്കണം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടെ വിളിപ്പിച്ചത്. വെറും മൃഗങ്ങളുടെ ടാക്സ് കൊണ്ട് മാത്രം ഈ കാട് നടത്തിക്കൊണ്ടു പോകാൻ വല്ലാതെ കഷ്ടമാണ്. അതുകൊണ്ട് സമ്പത്ത് മെച്ചപ്പെടുത്താൻ വേറെ മാർഗങ്ങളും നോക്കേണ്ടി വരുന്നു. ഈ സിനിമാ ബിസിനസ് ശരിക്കും പച്ച പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന വരുമാനം കൊണ്ട് പല പദ്ധതികളും കാടിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റും. മഹാരാജാവേ, അങ്ങയുടെ ചിന്തകൾ ശരിക്കും പ്രശംസനീയമാണ്. ഞാനും അങ്ങയോട് ഈ കാട്ടിൽ ഒരു സിനിമാ തിയേറ്റർ ഉണ്ടാകുന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങ് അന്ന് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അയൽക്കാട്ടിലേക്ക് പോയി തുടങ്ങിയത്. ശരിയാണ് ബല്ലു, ഞാൻ അന്ന് വരുമാനത്തിന്റെ ആംഗിളിൽ നിന്ന് ചിന്തിച്ചിരുന്നില്ല. മൈ ബാഡ്. അതുകൊണ്ടാണ് നിന്റെ ആദ്യത്തെ പ്രപ്പോസൽ നിരാകരിച്ചത്. പക്ഷെ കാടിന്റെ ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കിയാൽ ഇത് നല്ലൊരു വരുമാന മാർഗമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സിംഹരാജാവിന്റെ അനുമതി കിട്ടിയ ഉടനെ തന്നെ ഭല്ലുകുരങ്ങൻ കാടിന്റെ ഒരു പ്രധാന സ്ഥലത്ത് തിയേറ്റർ കെട്ടാനുള്ള നടപടികൾ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിമനോഹരമായ ഒരു തിയേറ്റർ സമുച്ചയം കാട്ടിൽ ഉയർന്നു. ജംഗിൾ സിനിമയുടെ പരസ്യങ്ങൾ കാടെങ്ങും ഉയർന്നു വന്നു. കണ്ട നമ്മുടെ കാട്ടിലും വലിയൊരു സിനിമാ തിയേറ്റർ വന്നു. കണ്ടടാ? ഞാൻ സിനിമയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. എനിക്ക് സിനിമ കാണാൻ പൊറുതി മുട്ടിയിരിക്കുക. നീ പറഞ്ഞതുപോലെ തന്നെയാ എനിക്കും. സിനിമ ഭയങ്കര ഇഷ്ടമാ. പൈസ എത്ര തന്നെ ആയിക്കോട്ടെ, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ കണ്ടിരിക്കും. ഇങ്ങനെ തന്നെയായിരുന്നു ഓരോ മൃഗങ്ങളും പോസ്റ്റർ കണ്ട് സിനിമ കാണാൻ ഉത്സാഹത്തോടെ കാത്തിരുന്നു. അങ്ങനെ നല്ലൊരു ദിവസം സിംഹരാജാവ് റിബൺ വെട്ടി തിയേറ്റർ ഉദ്ഘാടനം ചെയ്തു.
ഷോലെ എന്ന സിനിമയായിരുന്നു ആദ്യ പ്രദർശനത്തിന് എത്തിയത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ് വാങ്ങിക്കാൻ കാട്ടിലെ മൃഗങ്ങളുടെ വലിയൊരു ക്യൂ തന്നെയായിരുന്നു തിയേറ്ററുടെ മുമ്പിൽ. കൂട്ടത്തെ നിയന്ത്രിക്കാനായി അധികൃതർ നന്നേ പ്രയാസപ്പെടേണ്ടി വന്നു. എല്ലാവർക്കും ആദ്യത്തെ ഷോ തന്നെ കാണണമെന്ന ആഗ്രഹമായിരുന്നു. പ്രശ്നം തീർക്കാൻ മഹാരാജാവ് തന്നെ വരേണ്ട ഗതികേടിലായി കൂട്ടം. നിങ്ങളുടെ സന്തോഷം എന്റെയും സന്തോഷം തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും ഒരേ സമയത്ത് തന്നെ സിനിമ കാണണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഡിസിപ്ലിനോട് കൂടി എല്ലാവരും സിനിമ കാണും. മഹാരാജാവിന്റെ ഇടപെടൽ മൂലം അവിടെ കൂടിയിരുന്നവരിൽ കുറച്ച് അയവ് കണ്ടു. പക്ഷേ ക്യൂ നീണ്ടുകൊണ്ടേയിരുന്നു. ബല്ലുകുരങ്ങൻ ഒരു ദിവസം 4 ഷോ കാണിക്കുമായിരുന്നു. 4 ഷോകളും ഹൗസ്ഫുള്ളായിരുന്നു. എന്നിട്ടും കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും ആദ്യ ദിവസം തന്നെ സിനിമ കാണാൻ പറ്റിയില്ല. ആദ്യത്തെ ദിവസം ഷോലെ ആയതുകൊണ്ട് കാടെങ്കും ഷോലെ തരംഗമായിരുന്നു. അതിലെ കഥാപാത്രങ്ങളുടെ പേര് ചൊല്ലി ഫാൻസ് അസോസിയേഷൻ വരെയും ഉണ്ടായി. അടുത്ത സിനിമ സിംഹമായിരുന്നു. അത് കാടിനെ ഇളക്കി മറിച്ചു എന്ന് പറയുന്നത് അതിശക്തിയല്ല. രാജാവ് പോലും സിംഹത്തിന്റെ ഫാനായി മാറി. സിനിമാ തിയേറ്റർ തുറന്ന് 6 മാസങ്ങൾ കഴിഞ്ഞു. സിംഹരാജാവ് വിചാരിച്ചതിലും അധികം വരുമാനം വരാൻ തുടങ്ങി. കാടിലെ ഖജനാവ് നിറഞ്ഞു. അതുകൊണ്ട് കാട്ടിലെ സാമ്പത്തിക പ്രശ്നവും തീർന്നു. മഹാരാജാവ് സിംഹം വിചാരിച്ചതുപോലെ തന്നെ കാട്ടിന്റെ വളർച്ചയ്ക്കുള്ള എല്ലാ പദ്ധതികളും ഭംഗ്യന്തരേണ നടപ്പിലാക്കി. സിനിമാ തിയേറ്റർ തുറന്ന ശേഷം മഹാരാജാവിന് പ്രജകളെ കാണാനുള്ള സന്ദർഭങ്ങൾ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് രാജാവ് കാട് ചുറ്റിക്കാണാനുള്ള തീരുമാനമെടുത്തു. അതിനായി അദ്ദേഹം പിറ്റേ ദിവസം ഒറ്റയ്ക്ക് കാട് കാണാൻ ഇറങ്ങി. അങ്ങനെ കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിടത്ത് സിംഹം ഒരു സ്കൂൾ കണ്ടു. ആ സ്കൂളിന്റെ അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ സിംഹം ഞെട്ടിപ്പോയി. ക്ലാസിന്റെ ഉള്ളിൽ 3-4 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ചെയറുകളൊക്കെ കാലിയായിരുന്നു. പ്രധാന അധ്യാപകനായ തോടൻ ആന കിടന്നുറങ്ങുകയായിരുന്നു. ഇത് കണ്ട് കോപിഷ്ഠനായ സിംഹം ഉച്ചത്തിൽ ഗർജിച്ചു. ഗർജനം കേട്ട ആന ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് പുറകിലേക്ക് മറിഞ്ഞു. ക്ഷമിക്കണം രാജാവേ, അറിയാതെ ഞാൻ ഒന്ന് മയങ്ങിപ്പോയതാണ്. തോടൻ മാഷേ, ഇങ്ങനെയാണോ നിങ്ങൾ കുട്ടികളെല്ലാം പഠിപ്പിക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ ഈ കുട്ടികളാണ് കാടിന്റെ ഭാവി തലമുറ എന്ന്? മഹാരാജാവ് പറഞ്ഞത് കംപ്ലീറ്റ്ലി ട്രൂ ആണ്. പക്ഷേ എപ്പോ ഈ സിനിമാ തിയേറ്റർ തുടങ്ങിയോ അപ്പൊ മുതൽ ഒരു കുട്ടിയും ക്ലാസ്സിൽ വരാറില്ല. ഏതു സമയത്തും കുട്ടികളൊക്കെ സിനിമ കാണാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുകയാണ്. സ്കൂൾ ഫീസ് പോലും എടുത്തിട്ടാണ് ഈ കുട്ടികൾ സിനിമ കാണാൻ പോകുന്നത്. കുട്ടികളെ വിട്, ഹെഡ് മാസ്റ്റർ പോലും ഈ സ്കൂളിൽ വരാറില്ല. ഇപ്പോൾ ഹെഡ് മാസ്റ്ററുടെ പ്രധാന ഹോബി സിനിമാ പാട്ട് പാടുന്നതും സിനിമാ ഡയലോഗ് അടിക്കുന്നതുമാണ്. ഞാൻ മാത്രം ഇവിടെ എന്ത് ചെയ്യാനാ രാജാവേ? ആനമാഷിന്റെ സംസാരം കേട്ട് സിംഹം വ്യസനിച്ചു. സ്കൂളിൽ നിന്നും കുറച്ചു ദൂരം നടന്ന സിംഹം ദൂരെ ഒരു ആശുപത്രി കണ്ടു. അതിന്റെ മുറ്റത്ത് കൂടി നിന്ന ജനങ്ങളെ കണ്ട് പേടിച്ച സിംഹം അവിടേക്ക് ഓടിപ്പോയി. അല്ല, ഇതെന്ത് പറ്റി? നിങ്ങളെല്ലാം എന്തിനാ ഹോസ്പിറ്റലിന് മുമ്പ് കൂട്ടം കൂടി നിൽക്കുന്നത്? മഹാരാജാവേ, ഞാൻ അങ്ങയോട് എന്ത് പറയാനാണ്? ആശുപത്രിയിലെ ഡോക്ടർ നീമുകുറുക്കത്തി രാവിലെ മുതൽ തന്നെ ഇവിടെ ഇല്ല. നഴ്സിനോട് ചോദിച്ചപ്പോൾ അവൾ പറയുകയാണ് ഡോക്ടർ സിനിമാ തിയേറ്ററിലാണെന്ന്. അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയ കാട്ടുരാജ്യത്ത് ഒരൊറ്റ ഡോക്ടറേ ഉള്ളൂ. അവരാണെങ്കിലോ ഓൾട്ടർനേറ്റ് ഡേയ്സ് വെച്ച് സിനിമ കാണാൻ പോകും. നമ്മുടെ കാട്ടിലെ പറവകൾക്കും മൃഗങ്ങൾക്കൊക്കെ അസുഖം വന്നാൽ എന്തു ചെയ്യും? കണ്ടില്ലേ ഇവരൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നത്? ഇത് കേട്ട സിംഹരാജാവിനെ ദേഷ്യം കേറി. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? കാട്ടിലെ എല്ലാവരും പറയുന്നത് അങ്ങ് പറഞ്ഞിട്ടാണ് ഈ സിനിമാ തിയേറ്റർ ഇവിടെ ഉണ്ടായതെന്ന്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ എല്ലാവർക്കും പേടിയാണ്. നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ തലവനായ കൗഡില്യൻ കാക്ക പോലും സിനിമാ ഡയലോഗ് പറഞ്ഞുകൊണ്ട്, അതായത് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറക്കുന്നത്. അതുമാത്രമല്ല, സിനിമാ ഡയലോഗ് അടിച്ച് ഞങ്ങളെ പേടിപ്പിക്കും. ഒരു സിനിമാ തിയേറ്റർ വന്നതിന്റെ പേരിൽ കാട്ടിലുണ്ടായ പൊല്ലാപ്പുകൾ കേട്ട് മഹാരാജാവിന്റെ തല കറങ്ങിപ്പോയി. അതിനായി മൃഗങ്ങളെ വിളിച്ച് ഒരു മീറ്റിംഗ് നടത്തി. ഈ കാട്ടിൽ ഒരു സിനിമാ തിയേറ്റർ വരാൻ ഉത്തരവിട്ടത് ഞാനാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലിയെല്ലാം വിട്ട് നിങ്ങളുടെ സ്വന്തം കർമ്മം ചെയ്യാതെ 24 മണിക്കൂറും സിനിമാ തിയേറ്ററിന്റെ മുമ്പിൽ കുടുംബം നടത്തുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഡോക്ടേഴ്സ് ഇല്ലാതെ ആശുപത്രിയും ടീച്ചേഴ്സും സ്റ്റുഡൻസും ഇല്ലാതെ ക്ലാസ് റൂമുകളും ഉണ്ടായത് ഒരു സിനിമാ തിയേറ്റർ കൊണ്ടാണെങ്കിൽ ആ സിനിമാ തിയേറ്റർ നമുക്ക് വേണ്ട. ഇനി മുതൽ ഈ കാട്ടിൽ സിനിമാ തിയേറ്റർ ഉണ്ടാവില്ല. മഹാരാജാവിന്റെ പ്രസംഗം കേട്ട മൃഗങ്ങൾക്കൊക്കെ അവരുടെ തെറ്റുകൾ മനസ്സിലായി. അവരെല്ലാവരും സിംഹരാജാവിനോട് ക്ഷമ ചോദിച്ചു. ഞങ്ങളോട്
ഞങ്ങളോട് പൊറുക്കണം മഹാരാജാവേ. ഇനി മുതൽ ഞങ്ങൾ ഞങ്ങളുടെ കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കില്ല. ജോലി കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾ സിനിമ കാണുള്ളൂ. അധികമായാൽ അമൃതും വിഷമെന്ന് കേട്ടിട്ടില്ലേ? സിനിമ എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ്. അത് തന്നെ നിങ്ങൾ ജീവിതമാക്കി കഴിഞ്ഞാൽ ഈ വേൾഡ് എങ്ങനെ നടക്കും? മനസ്സിലായോ? ശരി, നിങ്ങൾ നിങ്ങളുടെ തെറ്റ് തിരുത്താൻ തയ്യാറായതുകൊണ്ട് ഞാൻ സിനിമാ തിയേറ്റർ വേണ്ട എന്ന വാക്ക് പിൻവലിച്ചിരിക്കുന്നു. ഇനി മുതൽ കാട്ടിൽ 2 ഷോ മാത്രമേ നടക്കുള്ളൂ. അതും വൈകുന്നേരം മാത്രം. പകൽ മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യണം. സിംഹരാജാവിന്റെ വാക്കുകൾ കേട്ട മൃഗങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വേറൊരു കാര്യം, വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം. ചെയ്യില്ലേ?